നമസ്കാരം. എജ്യുലൈൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിൽ ഹയർ സെക്കൻഡറി റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ 4% വിജയശതമാനത്തിൽ കുറവുണ്ട്. ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം തുടർന്നുള്ള പഠന മേഖലകളിലേക്ക് തുടർ പഠനത്തിലേക്ക് പോകുന്നതിന് വേണ്ടി രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഏത് മേഖല തിരഞ്ഞെടുക്കണം, ഏതൊക്കെ കോളേജുകൾ, ഏതൊക്കെ കോഴ്സുകൾ, എവിടെ പഠിക്കാം, പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സ്, അങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ. ഒരുപാട് മേഖലയുമുണ്ട്. അതിനെക്കുറിച്ച് എല്ലാം ഒറ്റ എപ്പിസോഡിലോ 2 ദിവസം കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഇതിനെക്കുറിച്ചിട്ടുള്ള ജനറലായ ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് സെൽ ജില്ലാ കൺവീനർ ഡോക്ടർ നാസർ കുന്നുമ്മൽ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമൊക്കെ ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്നതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സാറോട് ചോദിക്കാം. ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നാസർ സാർ, ഇന്ന് റിസൾട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കൾക്കുമൊക്കെ ആശങ്കയുണ്ടാവും. ഇന്ന് ഈ IT ഒക്കെ ഇത്ര കാലം ഡെവലപ്പ് ചെയ്ത ഈ സമയത്ത് ഇതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനനുസരിച്ച് സംശയങ്ങൾ കൂടി വരികയാണ്. നമുക്കെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ലെങ്കിലും നമുക്കൊരു ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. യെസ്, നമ്മുടെ ഇന്നത്തെ റിസൾട്ട് 2-3 കാര്യങ്ങൾ നമ്മളെ പാരൻസിനെയും ടീച്ചേഴ്സിനെയും പൊതുസമൂഹത്തെയൊക്കെ ചിന്തിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് 1 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ SSLC പോലെ അല്ലാതെ ഹയർ എഡ്യൂക്കേഷന് യോഗ്യത നേടാതെ പോയി. മറ്റൊരു വിഭാഗം, വലിയൊരു വിഭാഗം ഇവിടെ എൻട്രൻസുകളിലേക്ക് എൻട്രി ചെയ്ത് നിൽക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ പറ്റും. ഈ 2 വിഭാഗത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ആഫ്റ്റർ +2 റിസൾട്ട് എന്ന രൂപത്തിലുള്ള ജനറൽ ഡിസ്കഷനാണെങ്കിൽ പോകേണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെ ആകുമ്പോൾ SSLC റിസൾട്ട് വന്ന് ഇന്നലെയാണ്. അതിൻ്റെ ഒരു വിജയശതമാനവും ഇന്നത്തെ +2ൻ്റെ വിജയശതമാനം എടുത്താൽ വളരെ ഡിഫറൻ്റ് ആണ്. ഏകദേശം 20%-ലധികം ഡിഫറൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ പാരൻസിനോടും +2 വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം അവർ ചെയ്യേണ്ട പ്രധാന 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അവർ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, ആൾറെഡി അവർ വ്യത്യസ്തമായ എൻട്രൻസിന് അപ്ലൈ ചെയ്തു അതിനുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവർ അതിൻ്റെ റിപ്പീറ്റിന് പോകുന്നവർ, അങ്ങനെ തുടങ്ങി അതൊരു വേറെ മേഖല തന്നെയാണ്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. രണ്ടാമത്തത്, കേരള യൂണിവേഴ്സിറ്റി തുടങ്ങി ഇങ്ങോട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി അടങ്ങുന്ന യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ ഇതാ വിളിക്കാൻ വേണ്ടി പോകുന്നു. ഓട്ടോണമസ് കോളേജുകളിലെ ഫറൂഖ് കോളേജ് അടങ്ങുന്ന നമ്മുടെ കോഴിക്കോടും മറ്റുള്ള ഓട്ടോണമസ് കോളേജുകളിലൊക്കെ ആൾറെഡി ആപ്ലിക്കേഷൻ അവർ ക്ഷണിച്ചു കഴിഞ്ഞു. അവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം. അതാണ് ഡിഗ്രി ലെവലിലേക്കുള്ള വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. മറ്റൊന്ന് പ്രൊഫഷണൽ രംഗമാണ്. പ്രൊഫഷണൽ രംഗം എന്ന് വെച്ചാൽ നഴ്സിംഗ് ഇപ്പോഴും കോളേജ് വഴി തന്നെയാണ്, മാർക്ക് അടിസ്ഥാനത്തിലാണ് അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കാൻ വേണ്ടി പോകുന്നത്, LBSലൂടെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സിലേക്ക് വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കാം. എന്നാൽ ഫാർമസി തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിലേക്കുള്ള കീം എൻട്രൻസിനുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചു. അതിന് എൻട്രൻസ് വഴി അവർ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ പ്രൊഫഷണൽ രംഗത്ത് കഴിച്ചാൽ വേറൊരു വിഭാഗം കൂടെ ഉണ്ട്. നമുക്കറിയാം ITI, പോളിടെക്നിക്ക് തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ്. നമ്മൾ പൊതുവേ പറയും, കരിയർ രംഗത്ത് ചർച്ചകൾ വരുമ്പോൾ പറയും, +2 SSLC കഴിഞ്ഞാൽ ഒരു 46 കോമ്പിനേഷനിലേക്ക് +2ലേക്ക് വരാം, അല്ലെങ്കിൽ 3-4 കൂടെ എക്സ്ട്രാ ഉണ്ട്. അത് VHSC തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ UGയിലേക്ക് വരുമ്പം 700-ലധികം കോമ്പിനേഷൻസിലേക്കുള്ള സ്പെഷ്യലൈസേഷൻ സാധ്യതകളാണ് UGയിലുള്ളത്. അത് ആർട്സിലും സയൻസിലും കൊമേഴ്സിലും അല്ലാതെയുള്ള എക്സ്ട്രാ ഏരിയകളിലും. അപ്പോൾ ഇതിലേക്കൊക്കെ ഉള്ള പാരൻസിന് നല്ലൊരു അവയർനെസ് കിട്ടാൻ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവയർനെസ് കൂടിയിരിക്കുകയാണ്. ബണ്ടിൽ ഓഫ് അവയർനെസ് ആണ് ഗൂഗിൾ തരുന്നു, ChatGPT തരുന്നു, വ്യത്യസ്ത മേഖലയിൽ തരും. ഇതെല്ലാം കൂടെ പോയിട്ട് നമുക്ക് ആ കൺഫ്യൂഷനാണ്, മിസ്ലീഡിങ് ഉണ്ട്. ഈ മിസ്ലീഡിങ്ങിനെ ഒഴിവാക്കാനാണ് നമ്മുടെ ചർച്ചകൾക്കൊക്കെ സാധ്യതയുള്ളത്. അപ്പോൾ അത്തരം മിസ്ലീഡിങ് എവിടെ വരുന്നു അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യുക. അത് ഇന്നത്തെ ചർച്ചയുടെയൊക്കെ ഒരു പ്രാധാന്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, മിസ്ലീഡ് ചെയ്യപ്പെടുന്ന എവിടെ കുട്ടികളെ അവിടെ നമുക്ക് ബ്രേക്ക് ചെയ്ത് റൈറ്റ് റീഡിങ്ങിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാർ നേരത്തെ പറഞ്ഞ അതേപോലെ ഇതിപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പോകാനുള്ളതാണ് സയൻസ് കോളേജിലൊക്കെ പറഞ്ഞത്. നേരത്തെ എൻട്രൻസ് ഇപ്പോൾ നീറ്റ്, JEE, IITയിലേക്കും MBBSനൊക്കെയുള്ള പ്രവേശന പരീക്ഷകളാണ്. അതൊക്കെ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. നീറ്റ് പരീക്ഷയും JEE പരീക്ഷയൊക്കെ കഴിയുകയും ചെയ്തു. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് നേരത്തെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇപ്പം ഈ എൻട്രൻസുകളൊന്നും അപ്ലൈ ചെയ്യാതെ, ഇനി എൻട്രൻസ് എഴുതിയിട്ട് കിട്ടാതെ പിന്നോട്ട് പോകുന്ന കുട്ടികളുണ്ട്. എൻട്രൻസിന് അപ്ലൈ ചെയ്യാത്ത കുട്ടികളുണ്ട്. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികളൊന്നും അങ്ങനെ എൻട്രൻസ് ഒന്നും എല്ലാവരും അറ്റൻഡ് ചെയ്യാറില്ല. അപ്പോൾ അവർക്കുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള കുറേ എൻട്രൻസുകളുണ്ട്, പക്ഷെ ചെയ്യാറില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആർട്സ് സയൻസ് കോളേജുകളെ കുറിച്ചിട്ട് പറഞ്ഞു. അതിലിപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുന്നത്, നേരത്തെ പോലെയല്ല. അപ്പോൾ അതിൽ ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞു സാറ്. അപ്പോൾ ഈ ഓട്ടോണമസ് കോളേജുകളും അല്ലാത്ത കോളേജസും ഉണ്ട്.
ഇപ്പോൾ +2 വിദ്യാർത്ഥികൾ ഇപ്പം മറ്റുള്ളവർക്ക് അറിയായിരിക്കാം, പക്ഷെ ഇപ്പോൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഒരു പാരൻറ്റിന് ആദ്യമായിട്ടാണ് ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥി ആദ്യമായിട്ട് +2 പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചോളണമെന്നില്ല. അപ്പോൾ ഈ ഓട്ടോണമസ് കോളേജ് എന്താണ്, നോർമൽ ആർട്സ് സയൻസ് കോളേജുകൾ എന്താണ്, അതിലേക്ക് പ്രവേശന നടപടിക്രമങ്ങൾ എന്താണ്, വ്യത്യാസങ്ങൾ, അതൊന്ന് സാർ പറഞ്ഞാൽ നന്നായിരുന്നു. അത് കൃത്യമായി പറയുമ്പോൾ യൂണിവേഴ്സിറ്റികൾ തന്നെ പലതരത്തിലുണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ UG അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പുറമെ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുണ്ടായിരുന്ന ഫറൂഖ് കോളേജ് തുടങ്ങിയിട്ട് നമ്മൾ കോഴിക്കോട് പറയുകയാണെങ്കിൽ ഫറൂഖ് കോളേജ്, ദേവഗിരി കോളേജ്, അങ്ങനെ MES അങ്ങനെ തുടങ്ങിയ ഒത്തിരി കോളേജുകൾ കേരളത്തിൽ ഓട്ടോണമസ് പദവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അപ്ലിക്കേഷൻ പ്രോസസ്സ് മുഴുവനായിട്ട് യൂണിവേഴ്സിറ്റിയെ കാത്തി നിൽക്കേണ്ടതില്ല. അപ്പോൾ അവരുടെ സൈറ്റിൽ അവർ ഔട്ട് ചെയ്യും അവരുടെ അഡ്മിഷൻ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അപ്ലിക്കേഷൻ വരട്ടെ എന്ന് കാത്തു നിൽക്കുമ്പോൾ ഈ അവസരം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഓട്ടോണമസ് അവരുടെ അധികാരം വെച്ച് അവർ മുൻകൂട്ടി നല്ല കുട്ടികളെ കിട്ടാനും കോഴ്സ് കോമ്പിനേഷനും അവരുടെ പ്രോസസ്സൊക്കെ ഫാസ്റ്റ് ആക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓട്ടോണമസ് പദവി അവർക്കുണ്ട്. അതോടൊപ്പം നമുക്ക് കോളേജുകളിൽ പറയുമ്പോൾ പ്രൊഫഷണൽ കോളേജുകളിൽ ഇപ്പോൾ കുസാറ്റൊക്കെ അടങ്ങുന്ന കോളേജുകൾ, ഇപ്പോൾ കൊച്ചി യൂണിവേഴ്സിറ്റി അടങ്ങുന്ന കോളേജുകളിലൊക്കെ ആപ്ലിക്കേഷൻ ഇതേപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. വ്യത്യസ്തമായി അവിടെ വ്യത്യസ്ത കോഴ്സുകളുണ്ട്. ചിലയിടത്ത് അവരുടെ എൻട്രൻസ് അല്ലാതെ പോകാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ കോഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ NEP പ്രകാരമുള്ള കോഴ്സുകളിലേക്ക് ഇപ്രാവശ്യം ആരംഭിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളെയൊക്കെ തുടർന്നിട്ടുള്ള വിഷയങ്ങളൊക്കെ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസൊക്കെ പഠിച്ചിറങ്ങുന്ന പാരൻസും കുട്ടികളും ഇന്ന് മുതലാണ് ചിന്തിച്ചു തുടങ്ങുക. അപ്പോൾ അവർക്ക് ഇന്ന് മുതൽ ചിന്തിക്കുമ്പോൾ അവരിനി എന്ത് ഡിഗ്രിക്ക് പഠിക്കണം. അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല കോളേജൊക്കെ ആഗ്രഹിക്കുമ്പോഴേക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഓട്ടോണമസിലേക്ക് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഫ്രം ടുഡേ ദേ ഹാവ് ടു ബി അപ്ലൈ ഫോർ ദ autonomous colleges, the best colleges in our Kerala. അത് ചെയ്യുക. രണ്ടാമത്തത് വെയിറ്റ് ഫോർ ദ അഡ്വർടൈസ്മെൻറ്റ് ഫ്രം ദ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ കോഴിക്കോട്ടുള്ളവർക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി പോവാം, കേരള യൂണിവേഴ്സിറ്റി പോവാം, MG പോവാം, നോ ഇഷ്യൂ അറ്റ അങ്ങനെ നോക്കാം. ഇനി ഔട്ട്സൈഡ് ഓഫ് കേരള ആൾസോ ദേ ക്യാൻ പ്രിഫർ ഇറ്റ്. അവിടെയും നല്ല കോളേജുകൾ ഉണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോണമസ് കോളേജ് ഉണ്ട്, സെൽഫ് ഫിനാൻസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്, മീൻസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഇത്തരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒത്തിരി നല്ല കോഴ്സുകൾ UGC അംഗീകരിച്ചതാണ്. പക്ഷേ അത് ഗവൺമെൻറ് പ്രോസസ്സ് ആയിരിക്കില്ല, ഡിഫറെൻറ്റ് പ്രോസസ്സ് ആയിരിക്കും. ബട്ട് ദർ ഈസ് ആൾസോ പോസിബിലിറ്റി. ഇതൊക്കെ അവർക്ക് നോക്കാവുന്നതാണ്. പ്രീമിയം കോളേജസ് യൂണിവേഴ്സിറ്റീസൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒരു കൗൺസിലേഴ്സിനോടൊക്കെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ റേറ്റിംഗ് എടുക്കാം. ആ റേറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും NIRF എന്ന് പറഞ്ഞൊരു റേറ്റിംഗ് ഉണ്ട്. ആ റേറ്റിങ്ങിൽ 100-ന് താഴെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ എടുത്താൽ മതി. അപ്പം ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് എൻട്രി കിട്ടും. ആ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഓട്ടോണമസ് കോളേജിലേക്ക് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല എൻട്രി കിട്ടും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു +2 വിദ്യാർത്ഥി ഇപ്പോൾ ആലോചിക്കേണ്ടതെന്നാണ് തോന്നുന്നത്. അപ്പോൾ സാർ പറഞ്ഞിട്ടുള്ളത് ഈ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് എൻട്രൻസുകളൊന്നും എഴുതാൻ ഇനിയിപ്പോൾ എൻട്രൻസ് കിട്ടില്ല എന്ന് തോന്നുന്ന ആർട്സ് സയൻസ് കോളേജുകളിൽ ഡിഗ്രി പഠിക്കാൻ താല്പര്യമുള്ള, ഇപ്പം BA, BA ഇംഗ്ലീഷ്, BSc, BCom, BBA എന്നൊക്കെ പറയുന്ന കോഴ്സുകളുണ്ടല്ലോ, ഡിഗ്രികൾ, ഇത്തരം കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള, കണ്ണൂർ, MG യൂണിവേഴ്സിറ്റി, ഇതിലേക്കൊക്കെ എല്ലാ കോളേജുകളിലേക്കും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലായിരുന്നു അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ അങ്ങനെയല്ല. ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഓട്ടോണമസ് എന്നുള്ള പദവി കൊടുത്തിട്ട് പല കോളേജുകൾ, ഇപ്പോൾ കാലിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫറൂഖ് കോളേജ്, അതേപോലെ ദേവഗിരി കോളേജ് തുടങ്ങിയിട്ടുള്ള കോളേജുകളിലൊക്കെ അത് സെപ്പറേറ്റ് ഫറൂഖ് കോളേജിൻ്റെ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ദേവഗിരിയിൽ അവരുടെ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതേപോലെ യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള കോളേജുകളിൽ യൂണിവേഴ്സിറ്റി സൈറ്റിൽ തന്നെ ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അറിയാൻ വേണ്ടിയിട്ട് സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വാട്സാപ്പ് കൂട്ടായ്മകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്കിൽ എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. അത് ഏറെ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് പോലും അഡ്മിഷൻ, ശ്രദ്ധിക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടും നല്ല മാർക്കുള്ള കുട്ടികൾക്ക് പോലും അഡ്മിഷൻ നഷ്ടപ്പെടുന്ന രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓൺലൈൻ പ്രൊസീജിയർ ആയതുകൊണ്ട് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതേപോലെ സാറേ, ഈ ഡിഗ്രി പഠനം, ബിരുദ പഠനം എന്നുള്ളത് നമുക്ക് ഈ +2-ന് ശേഷം പെട്ടെന്ന് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് പല വിദ്യാർത്ഥികളും തൊഴിലധിഷ്ഠിത കോഴ്സുകളുമായിട്ട് 1 വർഷത്തെ സർട്ടിഫൈഡ് കോഴ്സ്, 2 വർഷത്തെ സർട്ടിഫൈഡ് കോഴ്സ് എന്നൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ അല്ലാതെ ജോലിക്ക് പോകുന്നവരുണ്ട്. അതിൻ്റെ കൂടെ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, വിദൂര വിദ്യാഭ്യാസം, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയി കഴിഞ്ഞാലും മറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാലും ഈ അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. IGNO അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ ഒരു അംഗീകാരം എങ്ങനെയാണ്? സാധാരണ നമ്മൾ കോളേജിൽ പോയിട്ട് ഡിഗ്രി പഠിക്കുന്നത് അതേ തുല്യ തന്നെയാണോ ഈ വിദൂര വിദ്യാഭ്യാസം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി എടുക്കുമ്പോഴും നമുക്കുള്ള അംഗീകാരവും
അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ അതുപോലെ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഡിഗ്രിക്കൊക്കെ അതിൻ്റെ അംഗീകാരത്തിനൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് സാർ ചുരുങ്ങിയ വാക്കിലൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി എടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേത് കോഴ്സിന് പോവുകയാണെങ്കിലും എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കും ഇമ്മീഡിയറ്റ് ജോലി കിട്ടുന്ന കോഴ്സ് ഏതാണ് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മിഷനറീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിലും ഓഫ്ലൈനിലും നടക്കുന്ന വിവിധ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ. അപ്പോൾ അതിൽ ഓൺലൈൻ പ്രോസസ്സിലുള്ള ഇഗ്നോ പോലത്തെ യൂണിവേഴ്സിറ്റികൾ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ ഓഫ്ലൈനായിട്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റിൻ്റെ വലിയ അംഗീകാരമൊന്നും ഇല്ലാതെ പ്രൊഫഷണലിസം കൊടുക്കുന്നതുണ്ട്. ഇവിടെ നമ്മൾ കരിയർ രംഗത്ത് 3 കാര്യങ്ങളാണ് പറയാറുള്ളത് പൊതുവെ. ഒന്ന്, ഒരു വിദ്യാർത്ഥി അവന് എ പ്ലാനും ബി പ്ലാനും സി പ്ലാനും, ഇപ്പോൾ പുതിയ സെറ്റ് പ്ലാൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട്, ഇസെറ്റ് പ്ലാനൊക്കെ വേണം. അപ്പോൾ ആ വ്യത്യസ്ത പ്ലാനുകളിലൂടെ നമ്മൾ പോകണം. അപ്പോൾ ഒരു ഡിഗ്രിക്ക് ചേരുന്ന വിദ്യാർത്ഥി ആണെങ്കിലും അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ജോബ് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് അവർ ചില സ്കില്ലുകൾ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പ്രത്യേക സർട്ടിഫിക്കേഷൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേക അംഗീകാരമൊന്നും വലിയ പ്രശ്നമല്ല കേട്ടോ. ഇപ്പോൾ ഗവൺമെൻറ് ഒരു ജോലി കിട്ടണമെങ്കിൽ ഡിഗ്രി വേണമെന്ന് പറഞ്ഞാൽ അത് UGC അംഗീകാരമുള്ള സ്റ്റേറ്റ് ഓർ സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ വേണം, നോ ഡൗട്ട് അറ്റ് ആൾ. അത് കാലിക്കറ്റ് MG തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റി, പരമ്പരാഗതമായ യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് അംഗീകാരമുള്ളൂ, അത് തന്നെ ചെയ്യണം. എന്നാൽ അതിനപ്പുറത്ത് ഒരു ജോലി കിട്ടാൻ, ഇപ്പോൾ ഗവൺമെൻറ്റിലപ്പുറത്ത് പ്രൈവറ്റ് സെക്ടറിൽ ജോലി കിട്ടണമെങ്കിൽ സ്കില്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരം സ്കില്ലുകൾ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് NSDC തുടങ്ങിയിട്ടുള്ള കൗൺസിലുകൾ അംഗീകാരമുള്ള വ്യത്യസ്ത കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറിലായാലും അഡ്മിനിസ്ട്രേഷനിലായാലും ഹോസ്പിറ്റാലിറ്റിയിലായാലും ലോജിസ്റ്റിക്കിലായാലും ഒക്കെ വരുന്ന കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മാർക്കറ്റിൽ നോക്കിയിട്ട് വേണം പോകാൻ. ഇപ്പോൾ ഓരോന്നിനും സ്റ്റഡീസ് ഉണ്ട്, മാർക്കറ്റ് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ ഫാർമസി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് 69% ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കഴിഞ്ഞാൽ 100 ആൾ ഇറങ്ങിയാൽ 69 പേർക്കും ജോലി ഉറപ്പാണ്. അങ്ങനെയൊക്കെയുള്ള സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ നോക്കണം. ഇവിടത്തേക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ, സൈഡ് ലൈൻ കോഴ്സുകൾ ചെയ്യുന്നത്, വിദേശത്തേക്ക് ജോലി കിട്ടാനും വേണ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ നോക്കുന്നത് അവരുടെ സ്കില്ലാണ്. അപ്പോൾ സ്കില്ല് തരാൻ പറ്റുന്ന ഈ സ്ഥാപനമാണോ, അതിനുള്ള ഫാക്കൽറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ലൈബ്രറി ലാബ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ചേരുകയാണ് സ്കിൽ ലെവലിൽ. ബട്ട് അതർ ദാൻ ദാറ്റ്, അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നമ്മൾ നടത്തുന്നതൊക്കെ യൂണിവേഴ്സിറ്റി അംഗീകാരം നോക്കണം. അതിൽ ഡിസ്റ്റൻസ് മോഡ് സാർ ഇടയ്ക്കൊന്ന് ചോദിക്കുകയുണ്ടായി. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രത്യേക പാരാമീറ്റേഴ്സിലേക്ക് ഗവൺമെൻറ് മാറ്റിയിട്ടുണ്ട്. അതിലിപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാത്രം ഓപ്പൺ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ വേണം അത്തരത്തിലുള്ള സംവിധാനത്തെ ഓൺലൈനായിട്ട് മീൻസ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള മോഡലുള്ള പഠനം നടത്താൻ UGC അംഗീകാരമുള്ള. അല്ലാതെ നമ്മളെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ, മറ്റു സംസ്ഥാനങ്ങളിലുള്ള ചില യൂണിവേഴ്സിറ്റികൾക്ക് ഇവിടെ നടത്താൻ അംഗീകാരം ഉണ്ടാവില്ല. നമ്മൾ അതിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താവില്ല, അംഗീകാരം കിട്ടത്തില്ല. പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് വാല്യുവേഷനൊക്കെ വരുമ്പോൾ PSC ഒക്കെ പോകുന്ന സമയത്ത് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ള 70 കോഴ്സുകളൊക്കെ അവിടെ വന്നു. അതിലൂടെ പോകുന്നതാണ് ഇപ്പം ബെറ്റർ കേരളത്തിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ. അല്ല എങ്കിൽ ഇഗ്നോ പോലത്തെ യൂണിവേഴ്സിറ്റി ചെയ്യുന്നതാണ് ഓപ്പൺ മോഡൽ ബെസ്റ്റായിട്ട് ഇപ്പം നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ ഈ കോഴ്സ് ഇപ്പം നമുക്കറിയാം, പ്ലസ് ടു പഠനത്തിന് ശേഷമൊക്കെ ചിലപ്പം ഈ പ്ലസ് ടു പഠനത്തിലൊന്നും എല്ലാ വിദ്യാർത്ഥികളും തുടർ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ശ്രദ്ധിച്ചോളണം എന്നില്ല. ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റിലും മറ്റൊക്കെ ലഭ്യമാണ് ഏതൊക്കെ കോഴ്സുകൾ, എവിടെയൊക്കെ പഠിക്കുക, എത്ര വർഷം പഠിക്കണം, എത്ര ഫീസ്, എന്താണ് എൻട്രൻസ് എക്സാമിനേഷൻ, സ്ഥാപനങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷനൊക്കെ കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷേ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കാറില്ല. എല്ലാവരും റിസൾട്ട് വന്നതിന് ശേഷമാണ് എവിടെ പഠിക്കുക, എന്ത് ചെയ്യണം എന്നൊക്കെ നെട്ടോട്ട്. പലപ്പോഴും കുടുംബക്കാർ പഠിക്കുന്നത് അല്ലെങ്കിൽ നാട്ടിലുള്ള ഫ്രണ്ട്സ് പഠിക്കുന്നത് അങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇന്ന് സീറ്റ് കൺസൾട്ടൻസി, മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ അഡ്മിഷൻ ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ സജീവമാണ്. പിന്നെ അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസിൽ തീരുമാനം എടുക്കുന്നതുണ്ട്. പലപ്പോഴും ആപ്റ്റായിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഇതിൽ പിന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ നന്നായിട്ട് കോഴ്സൊക്കെ ഓപ്റ്റ് ചെയ്യുന്ന, കരിയർ ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ എഴുതിയിട്ടൊക്കെ കോഴ്സൊക്കെ സെലക്ട് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു, ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം എടുക്കണം. ഇവരാരോടാണ് ഇതിൻ്റെ കൺഫ്യൂഷനൊക്കെ തീർക്കാൻ പറ്റുക? ഇതിന് ആരോടാണ് ചോദിക്കാൻ പറ്റുക? ഇതിൻ്റെ വിദഗ്ധരെന്ന് പറയുന്നത് എവിടെയാണ് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങൾ? സ്കൂൾ തലത്തിൽ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പരീക്ഷയ്ക്ക് ശേഷം കുട്ടികൾക്ക് പിന്നെയും ഡൗട്ട് വരികയാണ്, ഏത് കോഴ്സ് എടുക്കണം, അവിടെ പഠിക്കണം. ഒരാൾ പറയും അവിടെ പഠിക്കണ്ട, ഇതാണ് നല്ലത്, അതിന് അംഗീകാരമില്ല, ഇവിടെ പഠിക്കുക, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതിന് ആപ്റ്റായ ഒരു കോഴ്സ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ എവിടെ നിന്നാണ് ലഭിക്കുക? അതിന് ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും അതിന് ശേഷം കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ? ഏതൊക്കെ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ആരോടൊക്കെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും? ആക്ച്വലി ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്. അത് സൊസൈറ്റിയിൽ ആരോട് ചോദിക്കാം? ചിലർക്കും അവരുടെ മോട്ടീവ് ഉണ്ടാവും.
ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രൈവറ്റ് ഏജൻസിയോട് അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ കൗൺസിലിംഗ് നടത്തുമ്പോൾ അവരുടെ ഹിഡൻ ആയിട്ട് ചിലപ്പോൾ ചില കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ ഉണ്ടാവും, അവരങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യും അറിയാതെ. അങ്ങനെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാൻ വേണ്ടി ഗവൺമെൻറ് സ്ഥലത്തിലാണ് ഇത്തരത്തിൽ കരിയർ ഗൈഡൻസ് അഡോളസൻസ് കൗൺസിൽ സെല്ലുള്ളത്. അപ്പോൾ ആ സെല്ലിൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും അപ്രോച്ച് ചെയ്യാൻ ചിലപ്പോൾ പറ്റത്തില്ല. അപ്പോൾ അവിടെയാണ് നമ്മളൊരു പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ പോർട്ടലിൽ ഇപ്പോൾ താൽക്കാലികമായി നിലച്ചിപ്പോൾ, പക്ഷേ നമുക്ക് യൂണിസെഫിൻ്റെ ഫണ്ടോട് കൂടിയിട്ട് കരിയർ ഗൈഡൻസ് അഡോളസൻസ് കൗൺസിൽ 25 ലക്ഷം രൂപയുടെ ഫണ്ടിൽ ഇപ്പോൾ ഒരു പോർട്ടൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് കരിയറിൻ്റെ എല്ലാ മേഖലയെയും കുട്ടികൾക്ക് ചോദിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും അതിലേക്കുള്ളൊരു പുതിയ കാൽവയ്പ്പാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മീൻസ് ഇമ്മീഡിയറ്റ്ലി അത് ലോഞ്ച് ആവും. അതുവരെ ഒക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൃത്യമായ ധാരണ, നമ്മൾ പെർസ്പെക്റ്റീവ് ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴും നമുക്ക് നമ്മളുടെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഓക്കെയാണ്. ഇപ്പോൾ ഉദാഹരണം, ഒരു പഠനം കഴിഞ്ഞിട്ട് എന്തിനാണ് പഠിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നോളജ് ഡെവലപ്പ് ചെയ്യാൻ, നോളജ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എക്സാക്ട്ലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ജോബിലേക്ക് എത്തണമെങ്കിൽ ഇന്ന കോളേജ് നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഇപ്പോൾ NIT പഠിച്ചു, IIT പഠിച്ചു, എയിംസിൽ പഠിച്ചു, അല്ലെങ്കിൽ JNU പഠിച്ചു. ഇതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ഒരു പ്രൊഫൈലുണ്ട്, അതുകൊണ്ട് അവർക്ക് ജോലി കിട്ടും. ഇനി അല്ലാത്തവർക്കും ജോലി കിട്ടാനുള്ള പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ ഡിസ്റ്റൻസ് മോഡൽ പഠിച്ചു വന്നവർക്കും അല്ലാതുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ ഫുൾ ബ്രൈറ്റ് പോലെ സ്കോളർഷിപ്പ് കിട്ടി പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ സ്കില്ല് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് ജോബ് കൊടുക്കാനും ഇപ്പോൾ ഒരുപാട് കമ്പനികൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ freshers.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഡിഗ്രിക്കാർക്കും അല്ലാതെ ജോബ് ആവശ്യമുള്ളവർക്കും ജോയിൻ ചെയ്യാം. എന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കിട്ടുന്നവർക്ക് അവർ കാറ്റഗറൈസ് ചെയ്യും ഏത് മേഖലയിലെ ജോലിയിലേക്കാണ് നമ്മൾ ആപ്റ്റാവുക. അങ്ങനെ ആ കാറ്റഗറൈസ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് അവർക്ക് ജോബ് കിട്ടും. ഇപ്പോൾ പ്ലേസ്മെൻറ്റ് NIT IIT മാത്രമല്ല, freshers.com നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഉള്ള ഓഫ് ക്യാമ്പസ് മെത്തേഡ്സുകളൊക്കെ വ്യത്യസ്തമായിട്ട് ഓഫ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെബ്സൈറ്റ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. പക്ഷേ ബേസിക്കലി നമുക്ക് വേണ്ടത് നമ്മളുടെ +2 ശേഷമുള്ള 3 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലമൊക്കെ നമ്മൾ നല്ല നോളജ് ഡെവലപ്പ് ചെയ്യണം. ഒന്ന്. രണ്ടാമത്തത്, വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഗ്രി PG അങ്ങനെ ഒന്നും അല്ല അവരുടെ രീതി. +2 കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് അവർ നോ ഹൗവിന് വേണ്ടിയിട്ട് പല നാടുകളും കാണുകയും ഇൻഡസ്ട്രീസ് വിസിറ്റ് ചെയ്യുകയും അറിവുകൾ നേടുകയും എന്നതിന് ശേഷമാണ് അവർ വീണ്ടും അവർക്ക് വേണം തോന്നുകയാണെങ്കിൽ അവർ ഡിഗ്രി തുടരുകയും പിന്നെ എക്സിക്യൂട്ടീവ് PG അവർ എടുക്കാറുള്ളൂ. PG എന്ന് പറയുന്നത് നമ്മുടെ രീതിയിൽ ഡിഗ്രി കഴിഞ്ഞ് എന്തായാലും PGക്ക് വേണം. നോ ദർ നമ്മളൊരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത് വെച്ചാൽ അവർ മിക്കവാറും ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് അവർ നല്ല പൊസിഷനിലേക്ക് ജോലിക്ക് വരും. പിന്നെ അവരൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് എക്സിക്യൂട്ടീവ് MBAകളും എക്സിക്യൂട്ടീവ് PGകളും എക്സിക്യൂട്ടീവ് മാസ്റ്റേഴ്സും ആണ് അവർ ചെയ്യാറുള്ളത്. അവർക്ക് നോളജും ഉണ്ടാവും. ആ നോളജിനെ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി കേസ് സ്റ്റഡീസ് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ദ വേ ഹാവ് മൂവ് അവർ സെൽഫ് ആൾസോ, നമ്മളും അതിനനുസരിച്ച് മൂവ് ചെയ്യണമെന്നാണ് ഈ ഒരു ആവശ്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അതേപോലെ നമ്മളിപ്പോൾ ഇന്ന് ജനറൽ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം +2 പഠനശേഷം ഹ്യൂമാനിറ്റീസുകാർക്ക് പോകാൻ പറ്റുന്ന മേഖല, സയൻസുകാർക്ക് പോകാൻ പറ്റുന്ന മേഖല, കൊമേഴ്സുകാർക്ക് VHSക്ക്, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് മേഖലയുണ്ട്. ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന മേഖലയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ജനറൽ ടോപ്പിക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പം കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഇപ്പോൾ പരീക്ഷ എഴുതി പാസ്സായ കുട്ടികൾക്ക് എല്ലാവർക്കും കേരളത്തിൽ തന്നെ പഠിക്കാനുള്ള സീറ്റുകളൊന്നും ഇവിടെ ഇല്ല. പുറത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പം മാത്രമല്ല, ഇന്ന് വേൾഡ് വൈഡാണ്. ലോകത്ത് ഒന്നാകെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം വേൾഡ് വൈഡായിട്ട് പോയി പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, കുട്ടികളിലേക്ക് അത് അധികരിച്ച് വന്നിട്ടുണ്ട്. അത് കുട്ടികൾക്കൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. പുറത്ത് പോയിട്ട് പഠിക്കുക. ഇപ്പം ഡിഗ്രി തന്നെ പുറത്ത് പോകാൻ ട്രൈ ചെയ്യുന്നവരുണ്ട്, PG ചെയ്യുന്നവരുണ്ട്. അതിൽ തന്നെ ഒരുപാട് ആൾ അഭിപ്രായം പറയുന്നത് കേൾക്കാം. ഡിഗ്രി കഴിഞ്ഞിട്ട് PG അല്ലെങ്കിൽ അതിന് ശേഷമുള്ള തുടർ പഠനത്തിന് പുറത്ത് പോകലാണ് നല്ലത്. ഏതായാലും നമ്മുടെ സ്റ്റേറ്റ് വിട്ടിട്ട് പഠിക്കുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഡിഗ്രി ആയാലും പ്രൊഫഷണൽ ഡിഗ്രി ആയി കഴിഞ്ഞാലും മറ്റ് ഇപ്പോൾ ഈ ലോ, LLB, അതേപോലെ പാരാമെഡിക്കൽ, അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളൊക്കെ പുറത്ത് പഠിക്കുന്നവരുണ്ട്. ഇപ്പം അതിനെക്കുറിച്ചിട്ട് ഇപ്പം നമുക്കങ്ങനെ ഇപ്പം അതിനുള്ള വിമർശനമൊക്കെ നമ്മൾ പലപ്പോഴും കാണാൻ, കേരളം വിട്ട് പുറത്ത് പോകുന്നു പഠിക്കാനും ജോലിക്ക്. ഇപ്പം ജോലി അവിടെ നിൽക്കട്ടെ, പഠനകാര്യമാണ് ചോദിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു വിമർശനത്തിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ലിമിറ്റേഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? കേരളത്തിലെ കുട്ടികൾക്ക് പുറത്ത് പഠിക്കാൻ വേൾഡ് വൈഡായിട്ട് പഠിക്കട്ടെ എന്നുള്ളത് സാർ അതിനെക്കുറിച്ചൊരു അഭിപ്രായം എന്താണ്? സാർ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ, നെഹ്റു, ഇവരൊക്കെ വിദേശത്ത് പഠിച്ചവരായിരുന്നു. അപ്പോൾ നമ്മുടെ പാരമ്പര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് അന്ന് പോയി? ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ നമുക്ക് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ലായിരുന്നു.
നമ്മൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു. IITയും NITയും നൈഫറും ഐഫറും ഒക്കെ തുടങ്ങിയ ഒത്തിരി സ്ഥാപനങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഈ സ്ഥാപനങ്ങളിലൊക്കെ എല്ലാവർക്കും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം നമുക്കില്ല. അപ്പോൾ ഏറ്റവും ബ്രില്യൻ്റായ ആളുകൾ ഇവിടെ വരുന്നു, എന്നാൽ സിമിലിയർ ബ്രില്യൻസി ഉള്ളവർ തന്നെ പുറത്തുണ്ടാവും. അവരുടെ പുതിയ ഫേം പഠനത്തിന് വേണ്ടിയിട്ട് അവർ കണ്ടെത്തുന്നത് നാട്ടിൽ രാജ്യത്ത് നിന്നുള്ള പ്രീമിയർ മറ്റു പ്രൈവറ്റ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാവും. എന്നതിലപ്പുറത്ത് അവർക്ക് വീണ്ടും ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് വിദേശത്തുള്ള വിൻഡോസ് ഓപ്പൺ ആണ്. വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് വിദേശ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലും ഓപ്പൺ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളും സ്ഥാപനങ്ങളിലേക്കും പോകുന്നതിന് അവർക്കൊരു തടസ്സമില്ല. ഇപ്പോൾ അറിവുണ്ട് അവർക്ക്. പിന്നെ അവരുടെ ഒരു പ്രശ്നം വെച്ചാൽ ഇവരുടെ ജോബാണ്. ഈ ജോബിന് വേണ്ടിയിട്ട് വിദേശ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാൽ പിന്നെ ഇവിടെ നാട്ടിൽ വന്ന് ജോബ് ചെയ്യുമ്പോൾ എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള കുറേ പ്രശ്നങ്ങളാണ് അവരെ അലട്ടുന്നത്. ഇതൊക്കെ ഗവൺമെൻറ് ലെവലിൽ ഡിസ്കഷൻ നടക്കേണ്ടതും അതിനുള്ള സാധ്യതകൾ തുറന്നു വരേണ്ടതുമാണ്. കാരണം ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതോ എവിടെയും പോകണ്ട, ഇപ്പോൾ തന്നെ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാന്നേ. അപ്പോൾ അങ്ങനെ ലണ്ടൻ ഇക്കണോമിക്സിലെ വിവിധ കോഴ്സുകൾ അവർക്ക് ഓപ്പൺ മോഡൽ മൂക്ക് മോഡൽ നമുക്കിവിടെ പഠിക്കാം. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികൾ തന്നെ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലൂടെയുള്ള കോഴ്സുകൾ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാന്നേ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു വൈഡ് റേഞ്ച് ഓപ്പർച്യൂണിറ്റീസാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടികൾക്ക് ലോകം കാണാനുള്ള അവസരങ്ങളാണ് ഈ പഠനത്തിലൂടെ അവർ ഉണ്ടാക്കുന്നത്. അവിടെ ജഡ്ജ്മെൻറ്റിലാവണം. ഇവർ പോകുന്ന സ്ഥലവും യൂണിവേഴ്സിറ്റിയും അത് റാങ്കിങ് നോക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് NIRF റാങ്കിങ്ങിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ഇവിടെ കാറ്റഗറൈസ് ചെയ്യുന്ന വേൾഡ് റാങ്കിങ് ഉണ്ട്. ആ വേൾഡ് റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിലും അതിലെ സ്ഥാപനങ്ങളിലേക്കും ആണ് കുട്ടികൾ അങ്ങനെ പഠനം ഉദ്ദേശിച്ച് പോവുകയാണെങ്കിൽ പോവേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇവിടെ ചെയ്യണമെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക മെക്കാനിസം തന്നെ ഡെവലപ്പ് ചെയ്യണമെന്നാണ് നമ്മളുടെ അഭിപ്രായം. അല്ലാതെ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് അവിടെയൊക്കെ കുട്ടികൾ പഠിക്കാനില്ലാത്ത മീൻസ് ഏതെങ്കിലും X or Y കൺട്രിയിൽ കുട്ടികൾ കുറവുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ട് നമ്മൾ മാറാതെ പകരം കുട്ടികൾക്ക് ഒരു നോഹൗ കിട്ടാൻ എല്ലായിടത്തേക്കും കുട്ടികൾ പോകാൻ വേണം. രണ്ടിൻ്റെ ഇടയിലായിരിക്കണം നമ്മുടെ ഒരു മെക്കാനിസം എന്നാണ് തോന്നുന്നത് സാർ. നേരത്തെ നമ്മൾ സംസാരിച്ചതിൽ ഈ കുട്ടികൾക്ക് പറഞ്ഞതുപോലെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതായത് ഈ ആരോട് ഉപദേശം തേടണം, ഏതൊക്കെ കോഴ്സ് എടുക്കണം, എന്തൊക്കെ കോഴ്സ് എടുക്കണം, അതിനൊക്കെയുള്ള ഉപദേശങ്ങൾ. എനിക്കൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം അത് വളരെയധികം എല്ലാ മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിൽ പോലും അത്തരം ആളുകളെ കിട്ടാനുണ്ട്. അറിയുന്ന അധ്യാപകരുണ്ട്, നല്ല NGOസുകളുണ്ട് അല്ലേ, വിവിധ സംഘടനകൾ NGOs ഒക്കെ ഉണ്ട്. അതിലൊക്കെ കരിയർ സെൽ എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട് സത്യത്തിൽ ഇതിനെപ്പറ്റി അറിയുന്ന. അപ്പോൾ അത്തരം ആളുകളെ ശരിക്കും ഉപയോഗപ്പെടുത്താല്ലേ ഒരു എല്ലാ മേഖലയിലും അതായത് ഗവൺമെൻറ് തലത്തിലല്ലാതെ ഈ NGOസിലും അല്ലേ സംഘടനകളിലൊക്കെ ഇല്ല. അത് ഗവൺമെൻറ് ലെവലെന്ന് വെച്ചാൽ എഡ്യൂക്കേഷന് ഗവൺമെൻറ്റിന് ഒരു വലിയ മെക്കാനിസം ഉണ്ട്. അവിടെ SSCRT ഉണ്ട്, NCERT ഉണ്ട്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, SSA ഉണ്ട്, SSK ഉണ്ട്, BRC ഉണ്ട്. ഇതൊരു വലിയ മെക്കാനിസമാണ് എഡ്യൂക്കേഷൻ. ഈവൻ ദോ പ്രൈവറ്റ് സെക്ടർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ തന്നെ NGOs ഇവിടെ ഉണ്ട്. ഇതൊരു സോഷ്യൽ മൊബിലൈസേഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് പിന്നെ എന്താണ് പ്രോസസ്സിലൂടെ പറഞ്ഞു കൊടുക്കാനും ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ എല്ലാവർക്കും പറ്റും. ബട്ട് എന്തായിരിക്കണം, അതിനെ മോണിറ്റർ ചെയ്യാൻ ഗവൺമെൻറ് മെക്കാനിസം ഉണ്ട്. ഫൈനലി ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുമ്പോൾ അപ്പോൾ അവസാനം യൂണിവേഴ്സിറ്റിയിലെത്തുമ്പോൾ ആ യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് അംഗീകരിച്ചാലേ പറ്റുള്ളൂ. അതിനിപ്പോൾ ഉദാഹരണത്തിന് ഫാർമസി ഇതിൽ കോഴ്സ് പഠിക്കുകയാണ്, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, കുറച്ച് ലൈബ്രറിയും ലാബും ഉണ്ടെങ്കിൽ നടത്താൻ പറ്റില്ല. അവിടെ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് NOC തരണം ആദ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഗുഹാസിൻ്റെ അംഗീകാരം കിട്ടണം. അതും പോരാഞ്ഞിട്ട് PCI എന്ന് പറയുന്ന പിന്നെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരവും കിട്ടിയാൽ മാത്രമേ ഒരു കോളേജ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആ കോളേജിൽ ഈ കുട്ടിയെ എത്തിക്കുക എന്നുള്ള പ്രോസസ്സിന് പകരം വേറെ ഏതോ വ്യത്യസ്തമായിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇതേ കോഴ്സ് കൊടുക്കും. ഫാർമസി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പേരിട്ടിട്ട് വേറെ കോഴ്സ് കൊടുക്കും. ഈ കോഴ്സും ഈ പിന്നെ ഫാർമസി അംഗീകരിച്ചിട്ടുള്ള ഗവൺമെൻറ് കോഴ്സും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇതിന് കിട്ടുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന അംഗീകാരങ്ങൾ വേറെ ഒരു രാജ്യത്ത് പോയി പരീക്ഷ എഴുതിയിട്ട് കിട്ടുമ്പോഴും അത് കിട്ടില്ല എന്നുള്ള ധാരണ കൊടുക്കണമെങ്കിൽ ധാരണ ഉള്ളവരെ ഫൈനൽ ഒന്ന് കൺസൾട്ട് ചെയ്താൽ മതി. പ്രാഥമികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പറയാൻ ഓക്കെ. ബട്ട് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പോകുന്ന സമയത്താണ് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു നമ്മൾ പറയാമല്ലോ, ഇപ്പോൾ യഥാർത്ഥത്തിൽ രോഗം ഉണ്ടായാൽ നമ്മൾ ഡോക്ടറെ കാണിക്കും. പക്ഷേ സ്പെഷ്യൽ ഡോക്ടറെ, കുട്ടികളുടെ ഡോക്ടറെ, ഹാർട്ടിൻ്റെ ഡോക്ടറെ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഡോക്ടറെ നമ്മൾ കാണിക്കുന്ന എപ്പോഴാണ്? ആ ഒരു പർട്ടിക്കുലർ ടൈം ബീങ്ങിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നു എന്ന് തോന്നുന്നത്. ആ സമയത്ത് പരിശോധിക്കാൻ വേണ്ടിയിട്ടും അല്ല അവരെ കൺസൾട്ട് ചെയ്യാനും വേണ്ടിയിട്ട് കൃത്യമായ കരിയർ കൺസൾട്ടൻറ്റുകളെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഗവൺമെൻറ് ലെവലിലോ അല്ലാതെയുള്ളവരെ
തന്നെ കൺസൾട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ നേരത്തെ സാർ ഈ പാരാമെഡിക്കൽ സർട്ടിഫൈഡ് കോഴ്സ് ഫാർമസി അസിസ്റ്റൻ്റ് കാര്യം പറഞ്ഞു. ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ പല സ്ഥലങ്ങളിലും ഈ പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് പൊതുവെ കാണുന്നത് നഴ്സിംഗ്, അതേപോലെ പാരാമെഡിക്കൽ കോഴ്സ്, ഫാർമസി, ഇതൊക്കെ പെട്ടെന്ന് ജോലി കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ 68-70% ജോലി സാധ്യതകൾ പറയുന്നൊരു കോഴ്സുകളാണ്. പിന്നെ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം പാരാമെഡിക്കൽ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ ഈ അംഗീകാരമില്ലാത്ത, ഇപ്പോൾ കേരള ഹെൽത്ത് അലൈഡ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമൊന്നും ഇല്ലാത്ത ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളാണ്. ഇപ്പം MLT മെഡിക്കൽ ലാബ് ടെക്നോളജി, ഫാർമസി അസിസ്റ്റൻറ്റ്, ഈ ഒപ്റ്റോമെട്രി മേഖലകളിലൊക്കെ ഈ പറയുന്ന പോലെ ഡിപ്ലോമ കോഴ്സുകൾ, 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തും ജോലിയില്ലാതെ സാധാരണ ലാബിൽ പോലും ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അത്തരം കോഴ്സുകൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പൊട്ടിമുളച്ച് വരുമ്പോൾ അതിൽ വിദ്യാർത്ഥികൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് പാരൻസ് തന്നെയാണ് അതിൽ പ്രധാന റോളുള്ളത്. ഞാനൊക്കെ അറിയാം, നമ്മളൊക്കെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവരായിരിക്കും. പക്ഷേ അവർ പോയിട്ട് 75,000 1.5 ലക്ഷം കൊടുത്തിട്ട് ഇത്തരം കോഴ്സുകൾക്ക് ചേരും. നമ്മൾ വെറുതെ ചോദിക്കും ഏത് സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ നമ്മൾ കേൾക്കാത്ത ഏതോ യൂണിവേഴ്സിറ്റിയുടെ പേരുകളും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അതിനോടനുബന്ധിച്ച് നടക്കുന്ന വേറെ സ്ഥാപനം ഉണ്ടാവും. ആ സ്ഥാപനം വളരെ ഫേമസ് ആവുകയും ചെയ്യും. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ ഒരുപാട് പേരുകളുണ്ട്. ഉദാഹരണത്തിന് ഓപ്പറേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് ആരംഭിക്കും. കുറേ ഡിമാൻഡ് ഉണ്ടാവും. ആ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തേക്കാണ്. അത് കഴിയുമ്പോൾ പിന്നെ ആ കുട്ടികളെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമില്ല, കുറച്ച് പേരെ ആവശ്യമുള്ളൂ. ആ സമയത്തിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ ഡിസൈൻ ചെയ്യുന്ന കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് കൂടെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പാരൻസ് കുട്ടികളെ കോഴ്സിന് ചേർത്തേണ്ടത്. പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ചാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കോഴ്സുകളിൽ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി നോക്കണം. ഉദാഹരണത്തിന് നമുക്ക് ഫാർമസിയായി, നഴ്സിംഗ് ആയി, ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട MLT ആയി, അങ്ങനെ തുടങ്ങി പാരാമെഡിക്കൽ അത്തരത്തിലുള്ള കോഴ്സുകൾക്കൊക്കെ യൂണിവേഴ്സിറ്റി കോഴ്സുകളുണ്ട്. ഇനി അല്ലാതെയുള്ള ചെറിയ ചെറിയ കോഴ്സുകളുണ്ട്, അസിസ്റ്റൻറ്റ് കോഴ്സുകളൊക്കെ ഉണ്ട്. ആ കോഴ്സൊക്കെ എന്താ വെച്ചാൽ നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പഠിക്കണു. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും ഫാർമസികളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നു. ഒഫീഷ്യലി അവർക്ക് ഒരു സർട്ടിഫിക്കേഷനൊന്നും അധികാരമൊന്നും ഉണ്ടാവില്ല. ബട്ട് ദേ നോസ് എവറിത്തിങ്, ദേ ക്യാൻ വർക്ക് ആൾസോ എന്ന് പറയുന്ന ഒരു മോഡിൽ അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നേ ഉള്ളൂ. അത് അവർ അറിഞ്ഞ് മനസ്സിലാക്കി പോകാം. പക്ഷേ എത്രയും വലിയ ഫീസൊക്കെ കൊടുത്ത് പോകുമ്പോൾ അവരുടെ അംഗീകാരം കൂടെ ചോദിച്ചിട്ട് തന്നെ പോകണം എന്നുള്ളതാണ് അഭിപ്രായം. അതിനെ റിസോൾവ് ചെയ്യാൻ എന്ത് മാർഗം എന്ന് വെച്ചാൽ ഗവൺമെൻറ് മെക്കാനിസമാണ് അതിൽ ഇടപെടേണ്ടത്. അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മതിയാവുന്നില്ല, അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉള്ള സ്ഥാപനങ്ങളിൽ സീറ്റ് കൂട്ടാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടും. അപ്പോൾ സാർ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഹയർ സെക്കൻഡറി പഠനത്തിനൊക്കെ ശേഷം പോകുന്നത് ഒരു കരിയറിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നല്ലൊരു മികച്ചൊരു കരിയർ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പഠനത്തിന് പോകുന്നത്. ഇത് പ്രൊഫഷണൽ കോഴ്സാവാം, ഇതേപോലെ പെട്ടെന്ന് ജോലി ലഭിക്കാൻ വേണ്ട തൊഴിലധിഷ്ഠിത കോഴ്സുകളാവാം, പാരാമെഡിക്കൽ കോഴ്സുകളാവാം, ഡിഗ്രി ആവാം, ഏതും ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് എത്രയും പെട്ടെന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഈ വർഷം നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് കോഴ്സ് സെലക്ട് ചെയ്യരുത്. നമ്മൾ ലോണൊക്കെ എടുത്ത് ഇല്ലാത്ത പൈസ അവിടെ നിന്നൊക്കെ ഉണ്ടാക്കി അവിടെ പോയി അടച്ചിട്ടൊരു കോഴ്സ് ചെയ്തിട്ട് അതിന് അംഗീകാരമില്ല. ഒരു പ്രൈവറ്റ് ഗവൺമെൻറ് ജോലി മാത്രം ലഭിക്കുക എന്നുള്ളതല്ല. ഇന്നത്തെ കാലത്ത് എല്ലാ കോഴ്സുകൾ പഠിച്ച കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും ഗവൺമെൻറ് ജോലി തന്നെ ലഭിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അത്രത്തോളം ഗവൺമെൻറ് മേഖലകളിൽ ജോലി ഒഴിവുകളൊന്നുമില്ല. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ തന്നെ നല്ല കമ്പനികളിൽ, നല്ല ഹോസ്പിറ്റലുകളിലും, നല്ല നല്ല സ്ഥാപനങ്ങളിലും ജോലി ലഭിക്കുന്നതിനും ഒരുപക്ഷെ നല്ല അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ തന്നെ കോഴ്സ് ചെയ്യണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്നൊരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ആരെങ്കിലും പറഞ്ഞല്ല പരസ്യം കണ്ടൊരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനെപ്പറ്റി വിദഗ്ധരായ ആളുകളോട് ചോദിച്ചതിന് ശേഷം മാത്രമേ. കാരണം നമ്മൾ പലപ്പോഴും പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ചെയ്യുന്നത്. അവസാനം ഇതിന് അംഗീകാരമില്ല, വേറെ സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റില്ല, വിദേശത്ത് ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ ആ പൈസയും പോകുന്നു, സമയവും പോകുന്നു എന്നുള്ളതാണ്. ആ പഠിക്കേണ്ട നല്ലൊരു സമയം പോകുന്നു എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അത്തരം തീരുമാനങ്ങൾ എടുക്കും മുമ്പ് വിദഗ്ധരുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം തേടിയിട്ട് എടുക്കണം. അതേപോലെ നമ്മൾ ജനറൽ ടോപ്പിക്കാണ് പറയുന്നതെങ്കിൽ പോലും നേരത്തെ നമ്മൾ ഈ പറഞ്ഞത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചേരാൻ പറ്റുന്നത് ഈ ആർട്സ് സയൻസ് കോളേജുകളുടെ കാര്യമൊക്കെ പറഞ്ഞു, ഇപ്പോൾ ഓട്ടോണമസിലേക്ക് അപ്ലൈ ചെയ്യുന്നതൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ എൻട്രൻസിൻ്റെ കാര്യം പറയാം. പക്ഷേ ഈ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഈ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്, അതിന് എൻട്രൻസ് വേണ്ടല്ലോ. ഇപ്പം ഫാർമസി കോഴ്സ് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി നഴ്സിങ്ങിനായാലും മറ്റ് പാരാമെഡിക്കൽ കോഴ്സ് MLT പോലത്തെ
കോഴ്സുകൾക്കൊന്നും എൻട്രൻസ് വേണ്ടല്ലോ. അപ്പോൾ അത് നേരത്തെ അപ്ലൈ ചെയ്യണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ +2 ഇപ്പോൾ റിസൾട്ട് വന്നു, ഇതുവരെ അപേക്ഷ വിളിച്ചോ, ഇതിന് ശേഷമാണോ വിളിക്കുക, അത് ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്? +2 മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ അഡ്മിഷൻ നടക്കുന്നത്. കേരളത്തിൽ അതിപ്പോൾ ഗവൺമെൻറ് കോളേജുകളും അതിന് കൂടെ തന്നെ ഒരുപാട് പ്രൈവറ്റ് കോളേജുകളുണ്ട്, അതായത് സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ. അവിടെ എങ്ങനെയാണ് പ്രവേശനം, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, അവിടെയുള്ള മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് എങ്ങനെയാണ് പ്രവേശനം? ഇതൊന്ന് വളരെ ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത് ഈ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു മേഖലയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് യൂണിവേഴ്സിറ്റി കോഴ്സുകൾ ഒരു ഭാഗത്തുണ്ട്, അല്ലാതെയുള്ളൊരു സംവിധാനമാണിത്. LBS എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിക്കും, ഇപ്പോൾ ഉടനെ ക്ഷണിക്കും. ക്ഷണിക്കുന്ന സമയത്ത് ഇതിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകമായ പോർട്ടലിൽ തന്നെ ഇതിന് അപ്ലൈ ചെയ്യുകയും അവരുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് നഴ്സിംഗിന് ആപ്ലിക്കേഷൻ അവർ റാങ്കിങ് ചെയ്യുന്നത്. നഴ്സിംഗിന് അതിൽ 2 തരമുണ്ട്. ഒന്ന് മെഡിക്കൽ കോളേജിലുണ്ട്, വളരെ കുറഞ്ഞ സീറ്റുള്ളൂ. മെഡിക്കൽ കോളേജ് കോഴിക്കോട് വളരെ തുച്ഛമായ 10-20 സീറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ആ സീറ്റുകൾ ആണ് നോർമൽ, അത് 60-70 ഒക്കെ ആയിട്ട് കൂട്ടും, അതിലപ്പുറത്തൊന്നും അങ്ങനെ വരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ കുറഞ്ഞ സീറ്റുകൾ ഗവൺമെൻറ്റിലുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് സെൽഫ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് നഴ്സിംഗിന്. അവിടേക്ക് LBSൻ്റെ റാങ്ക് വെച്ചിട്ട് വരും. ആ റാങ്ക് വെച്ച് വിവിധ ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോകും. 1, 2, 3, 4 അലോട്ട്മെൻറ്റ്. ആ അലോട്ട്മെൻറ്റൊക്കെ ശ്രദ്ധിച്ചിട്ട് അവർക്ക് അഡ്മിഷൻ എടുക്കാം. അതിന് സമാനമായ രീതിയിൽ തന്നെ മാർക്കടിസ്ഥാനത്തിലാണ് നമ്മുടെ LBS മീൻസ് നമ്മുടെ ലാബറട്ടറി ടെക്നീഷ്യൻ കോഴ്സുകളൊക്കെ അടങ്ങുന്ന കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേക അലോട്ട്മെൻറ്റാണ്. ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് വേണം എത്താൻ. പക്ഷേ നമുക്ക് അതിനിടയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാക്കി വയ്ക്കുക. അവിടെ പഠിച്ചവരെ കൂടെ ലോക്കലി നമ്മൾ നോക്കുമ്പോൾ അവിടെ പഠിച്ച വിദ്യാർത്ഥികളൊക്കെ നോക്കിയിട്ട് അവിടെ ഫാക്കൽറ്റി, അവിടുത്തെ ലാബ്, അവിടുന്ന് കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെൻറ്റ്, പ്രത്യേകിച്ച് ഇപ്പോൾ ലാബറട്ടറിയിലൊക്കെ നന്നായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല ജോലി കിട്ടുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ്, അപ്പാർട്ട് ഫ്രം ദിസ് കോഴ്സ് എന്തെങ്കിലും സ്കിൽ അവർ കൊടുക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ പുറത്തേക്കൊക്കെ ഈ പാരാമെഡിക്കൽ കഴിഞ്ഞാൽ ജോലി കിട്ടുള്ളൂ. എല്ലാവർക്കും കേരളത്തിലൊക്കെ ഓപ്പർച്യൂണിറ്റി അത്ര ഹ്യൂജ് അല്ലല്ലോ. അപ്പോൾ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ അവർ അവിടെ പോയിട്ട് പിന്നെ വിവിധ MOH ഒക്കെ പോലത്തെ കോഴ്സ് എക്സാമൊക്കെ എഴുതണം. അപ്പോൾ അതൊക്കെ എഴുതി ക്രാക്ക് ചെയ്യാനൊക്കെയുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് വിദേശത്തൊക്കെ ഇപ്പം ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു ഫാർമസി അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ഫാർമസി പാരാമെഡിക്കൽ അങ്ങനെ പറയുള്ളൂ. 93ഓളം വരുന്ന കോമ്പിനേഷൻസ് അതിൽ വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ പോളിടെക്നിക് ITI. അതിന് സെപ്പറേറ്റ് അപ്ലിക്കേഷനും കാര്യങ്ങളും അവർ ചെയ്യണം. അതിപ്പോൾ +2 കഴിഞ്ഞിട്ട് തന്നെയാണ്, +2 കഴിഞ്ഞിട്ട് പോകാമല്ലോ പോളിടെക്നിക്കിൽ. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ഒരു രീതി. എല്ലാവരും പോവില്ല, സാധാരണ +2 നമ്മളുടെ ഒരു രീതി ശാസ്ത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാറ്ററി എഞ്ചിനീയറിംഗിന് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ആർട്സ് സയൻസ് കോളേജുകളിലൊക്കെ, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പം പ്രൊഫഷണൽ കോഴ്സുകൾ, ഒരുവിധം പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ എൻട്രൻസ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ കേരളത്തിലെ പാരാമെഡിക്കൽ കോഴ്സുകൾ, ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂരൊക്കെയുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജും അതുപോലെ സ്വാശ്രയ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുണ്ട്. ഇവിടെയൊക്കെയുള്ള പാരാമെഡിക്കൽ കോഴ്സസ് MLT, പിന്നെ റേഡിയോളജി ടെക്നോളജി, ഇങ്ങനെയുള്ള കുറേ കോഴ്സുകളുണ്ട്. അതുപോലെ BSc നഴ്സിംഗ്. ഇവിടുത്തെയൊക്കെ പ്രവേശനം എൻട്രൻസ് വഴിയല്ല, മാർക്ക് +2 മാർക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിനി അപ്ലൈ ചെയ്യാം. LBS എന്ന് പറയുന്ന സൈറ്റിലൂടെ അപ്ലൈ ചെയ്യേണ്ടത് സാർ പറഞ്ഞു. അപ്പം നമുക്കിനി ഇപ്പം ഇന്ന് ജനറൽ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കരിയർ മേഖലയെ ബന്ധപ്പെട്ട് ഹ്യൂമാനിറ്റീസുകാർക്ക്, സയൻസുകാർക്ക് പോകാവുന്ന മേഖലകൾ, അതുപോലെ വിവിധ എൻട്രൻസ് വഴി പോകാവുന്ന മേഖലകൾ, പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ പാരാമെഡിക്കൽ മേഖലയെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായി നമുക്കൊരു വിശദമായി തന്നെ ഒരു വീഡിയോസൊക്കെ വരുന്ന എജ്യുലൈൻ്റെ എപ്പിസോഡുകൾ നമ്മൾ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നമ്മളോട് ഇന്ന് ഈ ഒരു എജ്യുലൈൻ്റെ ടോക്ക് ഷോയിലുള്ള നാസർ സാറിന് നന്ദി സാർ. ഓക്കെ, താങ്ക് യു. Waytonikah.com, the exclusive Muslim matrimonial site.